പിന്നെ മറ്റൊന്ന്, ഈ സർക്കാർ സർവീസിലെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യത്തിന് ശമ്പളമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലും എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കുന്നു എന്നുള്ള ചോദ്യം നിർബാധം ഈ കൈക്കൂലി വാങ്ങൽ നിർത്താൻ നമുക്ക് ഒരു ഘട്ടത്തിൽ ഒരു കാലത്തും കഴിയാറില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയെ നീക്കി. അത് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ കുട്ടമണിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയതിന് ഇന്നലെയാണ് കുട്ടമണിയെ അറസ്റ്റ് ചെയ്തത്. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ഒരു ചെടിച്ചട്ടിക്കൊക്കെ എത്ര രൂപ വരെ കമ്മീഷൻ വാങ്ങാം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു പരിധി ഉണ്ടല്ലോ. ഇതിപ്പോൾ എത്ര വാങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്, നടപടി എങ്ങനെയാണ്? കണക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും കൈക്കൂലി വാങ്ങി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ കൈക്കൂലി വാങ്ങി എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. KN കുട്ടമണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സൈഫ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് പിന്നെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് രാവിലെ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കൊണ്ടാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ജിൽസി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കൈക്കൂലി ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. അത് എന്തായാലും ഉണ്ടാകും എന്ന് കരുതുന്നില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടമണിയെ മാറ്റിയിരിക്കുന്നത്.